ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മാപ്സ് ഹാവ് ബിക്കം ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബിൽഡിംഗ് ലൈഫ് ഇൻ മോഡേൺ ടൈംസ്. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പോയിന്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ഏരിയാസ് വെർ മാപ്സ് ആർ യൂസ്ഡ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആധുനിക കാലത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഭൂപടങ്ങൾ ഒരു പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുകയും ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ മേഖലകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. അതിൻ്റെ ആൻസർ: ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഏരിയാസ് such as study of geography, defense, tourism, governance and transportation. Maps help us to quickly reach the disaster area and engage in relief operation when natural calamities such as floods and landslide and other hazards occur. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്ത മേഖലയിൽ വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങൾ നമ്മെ സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. ഫസ്റ്റ്, ലാർജസ്റ്റ് കോണ്ടിനെന്റ്, ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഏഷ്യ. നെക്സ്റ്റ്, സ്മോളസ്റ്റ് കോണ്ടിനെന്റ്, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ഓസ്ട്രേലിയ. നെക്സ്റ്റ്, ലാർജസ്റ്റ് ഓഷ്യൻ, പസഫിക്. അടുത്തത് സ്മോളസ്റ്റ് ഓഷ്യൻ, ഏറ്റവും ചെറിയ സമുദ്രം, ആർട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടു നോ മോർ അബൌട്ട് ഗ്രാമസഭ, വാർഡ് സഭ ആൻഡ് ലെജിസ്ലേച്ചർ അറേഞ്ച് ആൻ ഇന്റർവ്യൂ വിത്ത് വാർഡ് മെമ്പർ, കൗൺസിലർ ഓർ MLA. വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആസ്ക്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രാമസഭ, വാർഡ് സഭ, നിയമസഭ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വാർഡ് മെമ്പർ, കൗൺസിലർ അല്ലെങ്കിൽ MLA എന്നിവരുമായി ഒരു അഭിമുഖം. വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആസ്ക്. എന്താണ് നമ്മൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ? എന്തെല്ലാമായിരിക്കും? വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ഗ്രാമസഭ, വാർഡ് സഭ ആൻഡ് അസംബ്ലി. ഗ്രാമസഭ, വാർഡ് സഭ, അസംബ്ലി എന്നിവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത്, ഹൗ ഡു ദേ വർക്ക്. നെക്സ്റ്റ്, ഹു ക്യാൻ അറ്റൻഡ് ദീസ് മീറ്റിംഗ്. ആർക്കൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം. നെക്സ്റ്റ്, വേർ ക്യാൻ ദ പബ്ലിക് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ്. ഇതിൽ പൊതുജനങ്ങൾക്ക് എവിടെ പങ്കെടുക്കാം? അടുത്തത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫോർ എവരി വൺ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. നെക്സ്റ്റ്, ഹൗ ആർ ദീസ് ഡിസിഷൻ ഇംപ്ലിമെന്റഡ്. ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓഫ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ പ്രോസസ്, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജസ് ആർ ഗിവൺ. ദ റിമൈനിങ് ഈസ് പ്രോസസ് ഈസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അറേഞ്ച് ദം ക്രോണോളജിക്കലി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ ആദ്യഘട്ടവും അവസാന ഘട്ടങ്ങളും നൽകിയിരിക്കുന്നു. ശേഷിക്കുന്ന പ്രക്രിയ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. അവ ക്രമത്തിൽ എഴുതുക. ആദ്യത്തേത് നോക്കാം. ഇലക്ഷൻ ക്യാമ്പയിൻ, പിന്നെ സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ, വോട്ടിംഗ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. അപ്പോൾ ഏതാ ഫസ്റ്റ് വരിക? ഫസ്റ്റ്, അപ്പോയിന്റിംഗ് ഇലക്ഷൻ ഓഫീസേഴ്സ്. നെക്സ്റ്റ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. നെക്സ്റ്റ്, സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ. നെക്സ്റ്റ്, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ. നെക്സ്റ്റ്, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ. നെക്സ്റ്റ്, ഇലക്ഷൻ ക്യാമ്പയിൻ. നെക്സ്റ്റ്, വോട്ടിംഗ്. നെക്സ്റ്റ്, കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ആൻഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇലക്ഷൻസ് ക്യാൻ എ സിറ്റിസൺ ഓഫ് കേരള നോർമലി വോട്ട്. കേരളത്തിലെ ഒരു പൗരന് സാധാരണയായി ഏത് തെരഞ്ഞെടുപ്പിലാണ് വോട്ട് ചെയ്യാൻ കഴിയുക? ഏതായിരിക്കും? ഇലക്ഷൻ ടു ബി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അസംബ്ലി ഇലക്ഷൻസ്, പാർലമെന്റ് ഇലക്ഷൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിലോ ആർ ദ ഒപ്പീനിയൻ ഗിവൺ ബൈ 2 persons residing in 2 different local government bodies after the last local elections. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 2 വ്യത്യസ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന 2 വ്യക്തികൾ നൽകിയ അഭിപ്രായം ചുവടെയുണ്ട്. ഫസ്റ്റ്, ദിസ് ടൈം ഐ ഹാഡ് ടു കാസ്റ്റ് 3 votes in the local self-government elections. ആദ്യത്തെ ആൾ പറഞ്ഞു, ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എനിക്ക് 3 വോട്ട് നൽകേണ്ടി വന്നു. അടുത്തത് സെക്കൻഡ്, ഐ ഹാഡ് ടു റൈറ്റ് ടു കാസ്റ്റ് ഓൺലി 1 vote ഇൻ ദിസ് എലക്ഷൻസ്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 1 വോട്ട് മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ. ആർ ദീസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഇഫ് സോ ഹൗ? ഈ പ്രസ്താവനകൾ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ? 2 പ്രസ്താവനകളും ശരിയാണ് അല്ലെ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ദ പേഴ്സൺ who casted 3 votes, it's clear that he lives in the rural area. For the person who lives in the rural area, representatives have to be elected 3 levels, namely Grama Panchayat, Block Panchayat and District Panchayat. 3 വോട്ട് ചെയ്ത വ്യക്തി ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നതെന്ന് വ്യക്തമാണ്. ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിക്ക് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തലങ്ങളിലേക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. നെക്സ്റ്റ്, ദ സെക്കൻഡ് പേഴ്സൺ ഈസ് എ പേഴ്സൺ ലിവിംഗ് ഇൻ ദ അർബൻ ഏരിയ. ഹി ഹാസ് ടു ഇലക്ട് ഓൺലി 1 representative ടു ദ മുനിസിപ്പൽ കോർപ്പറേഷൻ. രണ്ടാമത്തെ വ്യക്തി നഗരപ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രമേ തിരഞ്ഞെടുക്കാനാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ബ്രാക്കറ്റ്സ് വിച്ച് കറസ്പോണ്ട് ടു ദോസ് ഗിവൺ ഇൻ ദ എ ബി സി കോളം. എ ബി സി കോളങ്ങളിൽ നൽകിയിരിക്കുന്നവയുമായി ചേരുന്നവ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം. കോസ്റ്റ് എഫക്റ്റീവ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. ലെസ് പൊല്യൂഷൻ, കുറഞ്ഞ മലിനീകരണം. സ്യൂറ്റബിൾ ഫോർ ഷോർട്ട് ട്രിപ്സ്, ചെറിയ യാത്രകൾക്ക് അനുയോജ്യം. നെക്സ്റ്റ്, ഡിസൈറബിൾ ഫോർ ടൂറിസം, ടൂറിസത്തിന് അഭികാമ്യം. നെക്സ്റ്റ്, സ്യൂറ്റബിൾ ഫോർ മൂവിംഗ് മോർ ഗുഡ്സ്, കൂടുതൽ ചരക്ക് നീക്കാൻ അനുയോജ്യം. എ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ബി, എയർ ട്രാൻസ്പോർട്ട്. സി, റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? വാട്ടർ ട്രാൻസ്പോർട്ടിൽ ലെസ് പൊല്യൂഷൻ, കോസ്റ്റ് എഫക്റ്റീവ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സ്യൂറ്റബിൾ ഫോർ മൂവിംഗ് മോർ ഗുഡ്സ്. നെക്സ്റ്റ്, എയർ ട്രാൻസ്പോർട്ടിൽ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, യൂസ്ഡ് ഫോർ ഡിഫൻസ് പേർപ്പസ്. നെക്സ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട്, suitable for short trips, desirable for tourism. Next question. Observe the map and answer the following questions. മാപ്പ് നിരീക്ഷിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മേജർ പോർട്സ് ഇൻ കേരള ആൻഡ് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ഇറ്റ്സ് ലൊക്കേറ്റഡ്. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും ഏതെല്ലാമായിരിക്കും? കൊച്ചി, എറണാകുളം, വിഴിഞ്ഞം, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്ട്രിക്ട് ഇൻ കേരള വെർ ദർ ഈസ് നോ റെയിൽവേസ്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ അത് ഏതെല്ലാമായിരിക്കും? വയനാട്, ഇടുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേജർ എയർപോർട്ട്സ് ഇൻ കേരള ആൻഡ് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ഇറ്റ്സ് ലൊക്കേറ്റഡ്. കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും അപ്പോൾ ഏതെല്ലാമായിരിക്കും? തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് തിരുവനന്തപുരം, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് എറണാകുളം, കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് മലപ്പുറം, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ. അപ്പോൾ ഇത്രയാണ് മോഡൽ ക്വസ്റ്റ്യൻസ് സോഷ്യൽ സയൻസിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.